എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതുവരെയും ഇതുപോലൊരു പലഹാരം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. പഴവും പാലും മുട്ടയൊക്കെ കൂടി ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു പലഹാരം മലബാറിന്റെ സ്വന്തം റെസിപ്പിയാണ്. വല്ലപ്പോഴുമൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇപ്പോൾ ഇതുവരെയും ഇതുപോലൊരു പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. വായിലിട്ടാൽ അലിയും വിധമാണ് നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഇനി മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മധുരത്തിന്റെ അളവുകൾ കുറച്ചും ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കായപ്പോള തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പഴം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നിരത്തിയിട്ട് കൊടുത്ത് പഴം ഒന്ന് മുരിയിച്ചെടുക്കാം. കായപ്പോള തയ്യാറാക്കി എടുക്കാനുള്ള പഴം അധികം പഴുത്ത പഴം എടുക്കരുത്. ഒരുവിധം പഴുപ്പായ പഴമാണ് എടുക്കേണ്ടതും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഴം വഴറ്റിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി വഴറ്റുന്ന പഴത്തിലേക്ക് ഞാൻ ബദാമിന്റെ യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. ബദാമിന്റെ ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക. ബദാം ഫ്ലേവറിന് പകരമായിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴം ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പഴം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം ഇപ്പോൾ നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പഴം നമുക്ക് ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അധികം ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇന്ന് ചൂടാറി വരാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയിലേക്ക് ഒരു 3 സ്പൂണോളം പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ കൈവശം പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര നല്ലവണ്ണം ലയിച്ച് കിട്ടണം, അതുവരെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതേ ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് ഈ മുട്ട മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് കൊടുക്കാം. പഴത്തിന്റെ ചൂടാറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പഴവും മുട്ടയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ താഴെയായിട്ട് ഒരു പഴയ തട്ട ഒന്ന് എടുത്ത് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് അടിഭാഗം കരിയാതെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും പഴം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചുകൂടെ കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ തീയിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കായപ്പോള വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദേ ഇപ്പൊ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് കറുത്ത മുതിരയും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂസും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കായപ്പോള ഇവിടെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കായപ്പോള ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കായപ്പോളയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം. അങ്ങനെ മലബാറിന്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള പഴവും മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടില്ല കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. വായിലിട്ടാൽ അലിയും വിധമാണ് നമുക്കിത് കഴിക്കാനും പറ്റുന്നത്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.